അപ്പോൾ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിനകത്ത് ബെയിൽ വയലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പെർസെ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ, ബെയിൽ വയലേഷൻ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ തന്നെ പോലീസിന് ഇടപെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രോസസ്സിന് സ്കോപ്പില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അതും ആക്ച്വലി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അപ്പോൾ ബെയിൽ വയലേഷൻ വന്നാൽ പോലീസിന്റെ ഭാഗത്ത് ചെയ്യാൻ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് കൺസേൺഡ് കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ചെന്താമരയെ ബന്ധപ്പെട്ട് നമുക്ക് 2 കേസുകളാണുള്ളത്. ഇന്ന് പ്രീവിയസ് 2019 ഒരു മർഡർ കേസുണ്ട്, റീസെന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ 2 കേസും വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ട നടപടികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജ് ഷീറ്റ് സ്റ്റാറ്റ്യൂട്ടറി പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അത് ആദ്യത്തെ കേസിന്റെ ട്രയൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ പഴയ കേസിന്റെയും എവിഡൻഷ്യസും കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ട്രയലും പ്രോപ്പറായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു മോണിറ്ററിങ്ങും ഫോളോ അപ്പും ഒക്കെ ഉണ്ടാകാനുള്ള നടപടികളുണ്ട്. ആ വിഷയത്തിൽ അന്ന് പോലീസ് വീഴ്ചയുണ്ടെന്ന് പൊതുവിലൊരു പരാതിയില്ലായിരുന്നു. CA സസ്പെൻഷനിലോ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അതിൽ അന്വേഷണം നടക്കുകയാണല്ലോ. എൻക്വയറി ഈസ് ഗോയിങ് ഓൺ. ഓൾറെഡി പ്രൈമ ഫേഷ്യ അതിനകത്തൊരു ചെറിയ ലാപ്സ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട IG കർശനമായിട്ടുള്ള നടപടിയെടുത്തത്. അതിൽ എൻക്വയറി നടന്ന് അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ബാക്കി നടപടികളെ പറ്റി നമുക്ക് പറയാൻ കഴിയുക. അതിന്റെ എൻക്വയറി ഈസ് ഗോയിങ് ഓൺ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജാമ്യ വ്യവസ്ഥ ഉപാധികളൊക്കെ ലംഘിച്ച് ജില്ലയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു നടപടികൾ വൈകുന്നു എന്ന രീതിയിൽ ഒരു പരാതികളൊക്കെ ഉണ്ട്. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ബെയിൽ കണ്ടീഷൻ വയലേഷൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബെയിൽ ഫോർഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജാമ്യം എത്ര തുകയ്ക്കാണോ ആ തുക ഫോർഫീറ്റ് ചെയ്യുക, ജാമ്യം നിന്ന ആളുകളെ നിന്നും ആ തുക കണ്ടുകെട്ടുക. അതിൽ ഏറ്റവും ലാസ്റ്റ് നടപടിയാണ് ബെയിൽ റദ്ദാക്കുക എന്നുള്ളത്. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് തന്നെ പറഞ്ഞിരിക്കുന്നത് ബെയിൽ വയലേഷന് ബെയിൽ റദ്ദാക്കുക എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രമേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിനകത്ത് ബെയിൽ വയലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പെർസെ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ, ബെയിൽ വയലേഷൻ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ തന്നെ പോലീസിന് ഇടപെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രോസസ്സിന് സ്കോപ്പില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അതും ആക്ച്വലി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അപ്പോൾ ബെയിൽ വയലേഷൻ വന്നാൽ പോലീസിന്റെ ഭാഗത്ത് ചെയ്യാൻ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് കൺസേൺഡ് കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട കോടതികൾ ഈ റെസ്പോണ്ടന്റ് നോട്ടീസ് കൊടുക്കണം. കാരണം ഇന്നസെന്റ് വയലേഷൻ ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ഫോർഫീച്ചർ. ഒരുപക്ഷെ അയാൾക്ക് അറിയാണ്ട് അയാൾ വന്നതായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗ്രൗണ്ട്സ് കൂടി എക്സാമിൻ ചെയ്ത് അയാളുടെ ഡിഫൻസ് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ബെയിൽ ഫോർഫീച്ചറിലേക്കും മറ്റു നടപടികളിലേക്കും കോടതികൾക്ക് പോകാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ലീഗൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഞാനത് കേസ് പരിശോധിച്ചെന്ന് എനിക്ക് മനസ്സിലായത് ആദ്യം മുതൽ തന്നെ SP-യുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ അതിനകത്തുണ്ട്. ആലത്തൂർ DYSP മുരളി അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിൽ 48 അവേഴ്സിനകത്ത് തന്നെ പ്രതിയെ പിടിച്ചു. അപ്പോൾ വളരെ നല്ലൊരു ടീം വർക്ക് പ്രതിയെ പിടികൂടാനായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈം നടന്നതിന് ശേഷം പോലീസ് വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് എടുത്തിട്ടുള്ളത്. അതിലും എല്ലാ അവറിലും അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമല്ല, പോലീസ് അതിനെ വളരെ വിശദമായ രീതിയിൽ തന്നെയാണ് പ്രതിക്ക് വേണ്ടി സെർച്ചും നടത്തിയിട്ടുള്ളത്. അത് ഫോറസ്റ്റിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ജില്ലാ ബോർഡറുകൾ കൃത്യമായിട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഫോക്കസ് ഉണ്ടായിരുന്നു. അതാത് ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് തിരുപ്പൂരും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോലീസ് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പാരലായിട്ട്. സോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് SP-ന്റെ ഭാഗത്തു നിന്നും. അതോടൊപ്പം തന്നെ ആലത്തൂർ DYSP-യും വളരെ ശുഷ്കാന്തിയോട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഭിനന്ദനാർഹമാണ് ആക്ച്വലി. തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പഴയ കേസിന്റെ ട്രയലും വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിലൊരു കൺവിക്ഷനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും.